അനുമോളും ഷൈത്തയും മുട്ടാനടി. ഈ അടിക്ക് കാരണം എന്ന് പറഞ്ഞാൽ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തന്നെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി അത്തപ്പൂവൊക്കെ ഇട്ട് നല്ല ബിസിയാണെന്നറിയാം. നമ്മുടെ ഈ ഓണം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു ഫെസ്റ്റിവൽ അല്ല, നമുക്കൊരു വികാരമാണ് മലയാളികൾക്ക്. എവിടെ ആയിക്കോട്ടെ, ഏതൊരു മലയാളിയും ഓണം ആഘോഷിച്ചിരിക്കും. ഹിന്ദു ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, മുസ്ലിം ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലും ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. എല്ലാവരും വൈകിട്ട് തീർച്ചയായിട്ടും ഇരുന്ന് കാണുക. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയാണ്. ഇന്നലത്തെ എപ്പിസോഡ് ഒന്നുമില്ല, അനുമോള് തൂക്കി. ഈ ഇടയ്ക്കായിട്ട് ഫുൾ അനുമോളുടെ കണ്ടന്റ് മാത്രമാണ്. എന്നെ ചെയ്യാനാ, വേറെ ആരും അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ ബിഗ് ബോസ് നോക്കുമ്പോൾ അനുമോൾ നല്ല ഫാൻ ഫോളോയിങ്ങും ഉണ്ട്, നല്ല കണ്ടന്റും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം നല്ല കണ്ടന്റ് അല്ലെങ്കിലും ചിലതെല്ലാം നല്ല രസമാട്ടോ, അതേപോലെ ചിലതെല്ലാം കുറച്ച് ശോകമാണ്. അപ്പൊ സംഭവം എന്നാന്ന് വെച്ചാൽ, ഇന്നലെ ബിഗ് ബോസ് പുതിയ ടാസ്ക് കൊടുത്തായിരുന്നു ആൾക്കാർക്ക്. ഇത് മറ്റൊരാളെ പോലെ നമ്മൾ ആക്ട് ചെയ്യുക. അവരെന്താണോ കാണിക്കുന്നത് അതേപോലെ തന്നെ സിമിലർ ആയിട്ട് നമ്മളും കാണിക്കുക. സെലക്ട് ചെയ്തിരിക്കുന്ന ഒനീലിനെയും അതേപോലെ തന്നെ ജിസേലിനെയാണ്. ഇതിൽ അവർക്ക് തന്നെ തീരുമാനിക്കാം അവരാരായിട്ട് ആക്ട് ചെയ്യണമെന്ന്. ഇതിൽ നമ്മുടെ ഒനീല് ചൂസ് ചെയ്തിരിക്കുന്ന ഷാനവാസിനെയാണ്, അതേപോലെ തന്നെ നമ്മുടെ ജിസേല് ചൂസ് ചെയ്തിരിക്കുന്ന അനുമോളിനെയാണ്. സർപ്രൈസ് ആയോ അനുമോളിനെ ചൂസ് ചെയ്തിരിക്കുന്നത്? സംഭവം എന്നാന്ന് വെച്ചാൽ, ജിസേൽ ഓർത്തത് അനുമോൾക്ക് എങ്ങനെയും പണി കൊടുക്കാമെന്ന്. പക്ഷെ നേരെ ഉൾട്ടയായിപ്പോയി. കാരണം അനുമോള് നല്ല മൊട്ടാൻ പണിയാണ് ജിസേലിട്ട് കൊടുത്തത്. ഇന്നലത്തെ ഫുൾ എപ്പിസോഡ് ഇത് തന്നെയായിരുന്നു. ആ ഒരു അനുമോള് തൂക്കി ഇന്നലത്തെ എപ്പിസോഡ്. എന്ത് രസമായിട്ടായിരുന്നു അറിയാം അനുമോള് ചെയ്തേ. നമ്മൾ വെറുപ്പിച്ചൊന്നുമില്ല, ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അതായത് അനുമോൾ ഓരോന്നൊക്കെ കാണിക്കും, അതേപോലെ തന്നെ ജിസയിലും കാണിക്കണം. ഇതിൽ തന്നെ അനുമോൾക്ക് അറിയാമല്ലോ മിമിക്രി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ അനുമോള് മിമിക്രിയൊക്കെ ചെയ്യും, നമ്മുടെ ജനാർദ്ദനെയൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യും. അത് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല കിടുവായിട്ട് അനുമോള് ചെയ്തു. വിഷയം എന്നാന്നറിയാവോ, നമ്മുടെ ജിസയിൽ ഒന്നാമത് മലയാളം അറിയത്തില്ല, പിന്നെ ജനാർദ്ദനന്റെ വോയിസ് അറിയാലോ, ആ ഒരു രീതിയിലാണ് അനുമോൾ ഇത് പറയുന്നത് കേട്ടിട്ട് ജിസയിൽ അത് പറയുന്നുണ്ട്. അയ്യോ, കോമഡിയാ, ചിരി ചൂപ്പാടല്ലേ നമ്മുടെ. അതുപോലെ തന്നെ നമ്മുടെ അനുമോളിനെ അഭിലാഷ് എടുത്തൊന്ന് കറക്കുന്നുണ്ട്. എന്ത്, നമ്മുടെ ജിസേലിനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അനുമോൾ ഇത് ചെയ്താൽ ജിസേലും ചെയ്യണമെന്നാണല്ലോ. പക്ഷെ പ്രശ്നം എന്നറിയാവോ, ജിസേൽ ഒരു ചെറിയ ഷോർട്സ് പോലത്തെ ഇതെങ്ങാണ്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പം കറക്കാൻ പോയാൽ പണി കിട്ടും. അപ്പോൾ ഉടനെ ജിസേൽ പോയി ഇതൊക്കെ മാറ്റി, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നു. പിന്നെ അത് ഒന്ന് കണ്ടിന്യൂ ചെയ്തു. ഇതേപോലെ തന്നെ അപ്പുറത്ത് ഒനീലും ഷാനവാസും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, വലിയ കണ്ടന്റ് ഒന്നുമില്ല, അറിയാമല്ലോ, വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ അനുമോള് തന്നെ കറക്റ്റായിട്ട് ചെയ്ത. ആ ടാസ്കിനൊക്കെ ശേഷം വേറൊരു സംഭവം ഉണ്ടായി. അനുമോളും ഷൈത്തയും മുട്ടാനടി. ഈ അടിക്ക് കാരണം എന്ന് പറഞ്ഞാൽ, അനുമോൾക്കൊരു അഫയർ ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മുടെ ഷൈത്തയോടായിരുന്നു അനുമോൾ പറഞ്ഞിരുന്നത്. അതിപ്പം നമ്മുടെ ഹൗസിൽ ഫുള്ള് ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങുന്നുണ്ട്. അനുമോൾ ഓർത്തത് അത് ഷൈത്തയാ പറഞ്ഞതെന്ന്. ഷൈത്തയുടെ കാര്യം അറിയാലോ, നമ്മുടെ കട്ടപ്പ അറ്റ് സ്പീക്കാണ്. പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരി ഒന്നും അല്ല പറഞ്ഞ്, അങ്ങനെ പറഞ്ഞ അത്യാവശ്യം നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ, ശരിക്കും ആര്യനാണ് എടുത്ത് ഇട്ടത്. ഈ ആര്യൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ഈ അനുമോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പം അനുമോളുടെ അഫയറിൻ്റെ കാര്യം മിക്കവർക്കും അറിയാം. അപ്പം അതെടുത്തിട്ടത് ആര്യനാണ്. ശൈത്യക്കാണെങ്കിൽ ഒരേ നിർബന്ധം, ഇത് പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ ശൈത്യ അല്ല പറഞ്ഞതെന്നൊക്കെ. അങ്ങനെ അവിടെ കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടായി. വലിയ കാര്യമൊന്നുമില്ല, വലിയ മൈൻഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ശൈത്യക്ക് ആകുള്ളൊരു കണ്ടന്റ് അനുമോളുമായിട്ടായിരുന്നു. തുടക്കത്തിൽ നല്ല ഫ്രണ്ട്സായിട്ടൊക്കെ നിന്ന്, ഇപ്പം അറിയാമല്ലോ നമ്മുടെ കട്ടപ്പ കുത്തി പുറകിൽ നിന്നുള്ള പണിയാണ് ശൈത്യം. പുള്ളിക്കാരി ഉടനെ തന്നെ പുറത്തു പോകും, അതിനൊരു ഒരു സംശയമില്ല. പുള്ളിക്കാരത്തെ ഉടനെ തന്നെ പുറത്തു പോകും. അടുത്ത കണ്ടന്റ് നമ്മുടെ അനീഷണ്ണനെ പറ്റി പറഞ്ഞിട്ട് കുറച്ച് നാളായി. പുള്ളിക്കാരൻ കുറച്ച് നാളൊരു ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. സംഭവം എന്നാന്ന് വെച്ചാൽ, ബിഗ് ബോസ് ഹോളിലേക്ക് വിളിക്കും എല്ലാവരും ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ അനീഷ് എപ്പോഴും ഒരൊറ്റ സൈഡിൽ ഇരിക്കത്തുള്ളൂ. ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ അങ്ങേ സൈഡ്, ഏറ്റവും ലാസ്റ്റ് വന്ന് ഇരിക്കത്തുള്ളൂ രണ്ട് സൈഡിൻ്റെയും. അപ്പം അതങ്ങനെ ആയാൽ പറ്റത്തില്ലല്ലോ, ഒരു ചേഞ്ച് വേണ്ടതെന്ന് ഓർത്തിട്ട് നമ്മുടെ നോറയും മാതിരയും ആ രണ്ട് സൈഡും അങ്ങ് ഒക്കുപ്പൈ ചെയ്ത്. അപ്പം അനീഷിന് ഒരേ വാശി,
അനീഷിന് അവിടെ ഇരുന്നാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് പുള്ളി നേരങ്ങ് നിലത്തോട്ടിരുന്ന്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ പറഞ്ഞ് അനീഷെ എന്നെ കാണിക്കുന്നേ എവിടെയെങ്കിലും കയറി ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സംഭവം. മെയിനായിട്ടും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെ തന്നെയായിരുന്നു. എനിക്കറിയാം ഞാൻ എല്ലാം കവർ ചെയ്യുന്നില്ല. സംഭവം എന്നാന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെ പറയാൻ തോന്നത്തുള്ളൂ. ചുമ്മാ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽഡ് പറയണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കാരണം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.